കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, വിഷൻസിൻ്റെയും ഡ്രീംസിൻ്റെയും ഒരു സീസൺ സഭയ്ക്ക് തുറക്കാൻ പോവുകയാണ്. ഒന്നാമേം പറയാമോ? വിഷൻസിൻ്റെയും ഡ്രീംസിൻ്റെയും. നിങ്ങളത് കാണാനും ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ തുടക്കത്തിലൊരു കാര്യം പറയാം. നിങ്ങൾ ഒന്നി ഒരു നെഗറ്റീവായ ഡ്രീം കാണണം, അല്ലെങ്കിൽ ഒരു നല്ല ഡ്രീം കാണണം. പാസ്റ്റർ, ഞാൻ ഒരു ദർശനമോ വിഷനോ കാണുന്നില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു വല്ലാത്ത പൊസിഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് പിശാചിന് നിങ്ങളെ വേണ്ട, ദൈവത്തിന് നിങ്ങളെ വേണ്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളതിനെ ആഗ്രഹിക്കണം, നിങ്ങളതിനെ കൊതിക്കണം. ഈ ദൂത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് നിങ്ങൾക്കത് പ്രധാനപ്പെട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കത് കഴിഞ്ഞൊരു 4 ദിവസത്തിന് മുമ്പ് ഞാൻ കേട്ട ഒരു അനുഭവവും എൻ്റെ ജീവിതത്തിൽ നടന്നൊരു അത്ഭുതത്തിൻ്റെയും, പക്ഷെ അതിന് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ദൂത് മനസ്സിലുണ്ട്. പക്ഷേ 4 ദിവസത്തിന് മുമ്പ് കർത്താവ് കാണിച്ച ഒരു ദൈവം നടത്തിയ അല്ലെങ്കിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതത്തിൻ്റെ ഒരു ടെസ്റ്റിമണി. ഞാൻ ഈ ടി വിയിലും മറ്റ് യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റു വലിയ ദൈവദാസന്മാരൊക്കെ പറയുന്ന അനുഭവം, അങ്ങനൊരു അനുഭവം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു. അത് കാണാൻ എനിക്കൊരു അവസരം കിട്ടി. അത് കാരണമാണ് ഞാൻ ഇന്ന് ഈ ദൂത് രാവിലെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു പള്ളിയിലായിരുന്നു രാത്രി പ്രസംഗിച്ചത്. സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? ഓക്കെ. ഞാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രിയും കൂടെ ഉണ്ട്. നിങ്ങൾ വണ്ടി വിളിച്ച് വേണമെങ്കിൽ വന്നോ. ഇന്നലെ രാത്രി നടന്നത്, ഞാൻ ഈ പള്ളിയൊക്കെ ഉണ്ട് വളരെ മാന്യമായി പ്രസംഗിക്കാമെന്ന് പറഞ്ഞു ചെന്നതാണ്. പക്ഷെ ഇതൊരു ഉണർവിൻ്റെ സമയമാണ്. നമ്മൾ ഈ ക്രൈസ്റ്റ് ബീഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനപ്പുറത്ത് ഇന്നലെ രാത്രി കണ്ടു. അവർ ജനത്തിൻ്റെ മേൽ ആഗ്രഹവും. നമ്മൾ മടുത്തു പോകരുത്. പള്ളികളിലൊക്കെ ഉണർവ് ദൈവം തുറന്നു വിടുകയാണ്. അച്ഛന്മാരൊക്കെ വലിയ ഉണർവിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഗ്രൗണ്ട് നിറച്ച് പാസ്റ്റർമാരായി. പള്ളിയിലാണ് പ്രസംഗിച്ച്, വഴിയെ പോയ വണ്ടികളെല്ലാം നിർത്തി. ഭയങ്കര ഉണർവ്. പള്ളിയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകത്തിലും ദൈവകൃപയിലൊക്കെ നിറയുക. ഞാൻ അവരുടെ അടുത്ത് ഇന്നലെ പറഞ്ഞത്, നിങ്ങൾ എന്നെ ഉറക്കരുത്, നാളെ രാവിലെ ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അവർ പക്ഷേ എന്നെ കത്തിച്ച എങ്ങോട്ട് വിട്ടെ. ഒരു വലിയ ഉണർവിൻ്റെ സമയമാണ്. നിങ്ങളുടെ പാത്രങ്ങൾ തുറന്നു വെച്ചാട്ടെ. നിങ്ങളുടെ പാത്രങ്ങൾ വീണ്ടും അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ കൊതിക്കണം. നമ്മുടെ ക്യാമ്പ് വരുവാണ്, നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ വരുവാണ്. ആരും മാറിപ്പോകരുത്. വീണ്ടും അതിനെ നിറയ്ക്കണം. നിറയ്ക്കണം എന്ന് പറഞ്ഞാട്ടെ. വീണ്ടും നിറയ്ക്കണമെന്ന് പറഞ്ഞാട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വാക്ക് പലയിടത്തും ഞാനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവാന്ന്. ഇത് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെ, ചില വാക്ക് ഞാൻ പറയുമ്പോൾ അത് സാധാരണ വാക്കാണ്, ചിലപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഒട്ടും കൊള്ളാത്ത വാക്കായിരിക്കും. പക്ഷേ അത് പറയുമ്പോൾ ഒരു അഭിഷേകം വ്യാപരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒന്നും കൂടെ, ഈ രാവിലെ ഞാൻ പറയാം, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഒരാമയം പറയാമെങ്കിൽ ആമയം പറയുക. രാവിലെ നിങ്ങൾ വലിയൊരു ഉണർവിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇവിടെ ഓക്കെയാണ്. എനിക്ക് സഹോദരന്മാരൊന്ന് കയറി വരണം. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് ഡ്രീംസും വിഷൻസും തരാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ഡ്രീംസും വിഷൻസും തരാൻ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 7 തൊട്ട് 10 തൊട്ട് അനനിയാസിനുണ്ടാകുന്ന ഒരു വിഷൻ കാണുകയാണ്. വിഷനും ഒരു ദർശനം കാണുകയാണ്. 10. എന്നാൽ അനനിയാസ് എന്ന് കർത്താവ് ഒരു ദർശനത്തിൽ അനനിയാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനീതാ എന്ന് അവൻ വിളി കേട്ടു. ആരെങ്കിലും ഉണ്ടോ? അടുത്ത വായിക്കാം. 12. അവൻ പ്രാർത്ഥിക്കുന്നു,
അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു, ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു. 17. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്ക് ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ അവൻ എഴുന്നേറ്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ഇനി നിങ്ങൾ എന്നെ തന്നെ നോക്കിയിരിക്കുക. 17. യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ ഈ ദൂത് എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി ഈ 17-ാം അധ്യായത്തിൽ ആമേൻ കണ്ട വാക്യം പോലെ നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ കർത്താവ് തരാൻ പോവാം. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നും കൂടെ ദൂത് പറയാം, ഒരു പ്രവചന ശബ്ദം പറയാം. കർത്താവ് നിങ്ങളെ അയക്കാൻ പോവുകയാണ്. ഞാനൊരു നല്ലൊരു ആമയം പ്രതീക്ഷിച്ചു. എനിക്കൊന്ന് ആ പള്ളി പ്രസംഗിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവ് നിങ്ങളെ അയക്കാൻ പോവുക. കർത്താവ് നിങ്ങളെ അയക്കാൻ പോവുക. ഈ ദർശനത്തിന്, അല്ലെങ്കിൽ ദർശനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. ദർശനം, സ്വപ്നം, വിഷൻ, ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ടിട്ട് വേണം ഈ ദൂത് കേൾക്കാൻ. നിങ്ങൾ ദർശനം കാണുന്ന എത്ര പേരുണ്ട്? നല്ലോണം കയറോ ഉയർത്തി പിടിക്കാം. അല്ല, ഒന്ന് ഉയർത്തി പിടിച്ച നന്നായിട്ടോ, എനിക്ക് കാണാൻ വേണ്ടി. നല്ല സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരെന്ന് കൈ കാണിച്ച്. മറ്റേത് ഞാൻ ചോദിക്കുന്നില്ല. ഈ സ്വപ്നത്തിന്, ഈ സ്വപ്നം ഒരു എൻകൗണ്ടറാണ്. നിങ്ങളത് കേട്ടോ? അത് എൻ്റെ കൂടെ വരാമോ? സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ എൻകൗണ്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പെട്ടെന്ന് കസേരയിൽ നിന്ന് താഴെ വരുന്നു, അല്ലെങ്കിൽ ഒത്തിരി പേര് അന്യഭാഷ പറയുന്നു, ഒത്തിരി നേരം കൈയടിക്കുന്നു. ഇത് ആണ് എൻകൗണ്ടർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതല്ല, നിങ്ങൾ കാണുന്ന ഓരോ പോസിറ്റീവായതും നെഗറ്റീവായതും എൻകൗണ്ടറുകളാണ്. നിങ്ങളെന്നെ കേട്ടോ? ഒരാമയം പറയാമോ? നിങ്ങൾ കാണുന്ന പോസിറ്റീവായ എൻകൗണ്ടറുകളും നെഗറ്റീവായ എൻകൗണ്ടറുകളും, ദർശനങ്ങളും അത് എൻകൗണ്ടറുകളാണ്. മനസ്സിലാവും? അപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നത്തിനും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു 2 മിനിറ്റ് നെഗറ്റീവായ സ്വപ്നങ്ങളും വിഷൻസിനെ ഒന്ന് പറയുക. നിങ്ങൾ നിരന്തരമായി നെഗറ്റീവായ വിഷൻസ് കാണുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ സഭായോഗത്തിൽ. അതിനെ കർത്താവ് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങൾ മാറണം. എങ്ങോട്ട് മാറണം? പോസിറ്റീവായ ദർശനങ്ങൾ, അത് എൻകൗണ്ടറുകളാണ്. എൻ്റെ കൂടെ ഉണ്ടോ? ആരെങ്കിലുമൊക്കെ ജീവനോടുണ്ടോ? അത് എൻകൗണ്ടറുകളാണ്. നിങ്ങൾ കാണുന്ന ഓരോ പോസിറ്റീവായ എൻകൗണ്ടറുകൾക്കും നിങ്ങൾ 21 ഇരിക്കുന്നതിനേക്കാൾ എഫക്റ്റുകൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും. നിങ്ങളെ തളർത്താനും പറ്റും, നിങ്ങളെ എഴുന്നേൽപ്പിക്കാനും പറ്റും. നിങ്ങൾ ഫുൾ ഗ്ലോറിയിൽ നിന്നാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഞാനൊന്നുകൂടെ ആ വാക്കൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ മൊത്തത്തിലൊരു ഗ്ലോറിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഇത് ഞാനൊരു വന്നിട്ട് ചുമ്മാ പറയുകയല്ല, കഴിഞ്ഞ ദിവസം എന്നെ കർത്താവ് ചെയ്ത
ഒരു വലിയ ദൈവപ്രവർത്തികൾ 2-3 ഉണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. നിങ്ങൾ ഫുൾ ഗ്ലോറിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കാണുന്നത് നെഗറ്റീവ് ആണെങ്കിലും അത് പോസിറ്റീവ് ആക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഒരാമയും പറയാമോ? കുഞ്ഞുങ്ങളൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഫുൾ മഹത്വത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ദൈവം നിങ്ങളെ നെഗറ്റീവായ കാര്യങ്ങൾ കാണിക്കും. എന്തിനാ അങ്ങനെ ഒരാളെ നെഗറ്റീവായ കാര്യം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ട നെഗറ്റീവിനെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഗ്ലോറി കൊണ്ട് പൊതിയാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ദൂത് പോലെ എന്നെ ഇങ്ങനെ വല്ലാതെ നോക്കുന്നു. ഞാൻ ഒന്നും കൂടി ഇന്ന് രാവിലെ പറയാം. നിങ്ങളുടെ വിഷൻസിൻ്റെയും ഡ്രീംസിൻ്റെയും ഡോർ കർത്താവ് ഓപ്പൺ ചെയ്യും. എൻ്റെ ഒരു കുറഞ്ഞ അഭിപ്രായത്തിൽ ഒരാഴ്ച നിനക്ക് പറയാൻ ഒരു നല്ല വിഷനെങ്കിലും ഉണ്ടായിരിക്കും. പറ്റുമെങ്കിൽ ഞാനിത് അവസാനം പറയാനിരിക്കുന്ന ഒരു വാക്കായിരുന്നു, പക്ഷേ ആദ്യം ഞാൻ പറയാം. ആദ്യം എന്തിനാന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കൊന്നും കൂടെ കത്തിക്കയറാൻ വേണ്ടിയാണ്, മനസ്സിലാകാൻ വേണ്ടിയാണ്. ലോകത്തിലെ എല്ലാ പുസ്തകങ്ങൾക്കും പേജുണ്ട്. പേജ് 160, 200 അല്ലെങ്കിൽ 1000. പക്ഷെ ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് പേജുകൾ തീരത്തില്ല. ഒരാമയം പറയാമെങ്കിൽ ആമയം പറയണേ. ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് പേജുകൾ തീരത്തില്ല. നിങ്ങളായിട്ട് അടച്ചു വെക്കാതിരുന്നാൽ ഇത് തുറന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ആമയം പറയണേ. എനിക്കൊരു വലിയ ദൈവസാന്നിധ്യം ഇവിടെ ഞാൻ നിറഞ്ഞു നിൽക്കുന്നു, വ്യാപരിക്കുന്നു. അത് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടച്ചു വെച്ച പുസ്തകങ്ങളെ കർത്താവ് ഓപ്പൺ ചെയ്യും. അവനെ ഒന്ന് ടൈപ്പ് ചെയ്തിടാമെങ്കിൽ ഇട്ടോ. ദൈവത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേജ് തീരത്തില്ല. അത് എൻ്റെ ലോക്കൽ വാക്കാണ്. നീ അതിനെ എങ്ങനെയെങ്കിലും ടൈപ്പ് ചെയ്തിട്ടോണം. ദൈവത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേജ് തീരത്തില്ല. ജെയിൻ ആൻറ്റിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എന്നെ കൂടെ ഉണ്ടോ? ഇതേ കണക്കിനാണ് ഡ്രീംസും വിഷൻസും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. സഹോദരന്മാരൊക്കെ എന്നെ കേൾക്കണം. ശ്രദ്ധിച്ചിരുന്നാൽ മതി, മനസ്സിലാവും. ഈ നിങ്ങൾ കാണുന്ന ഒരു നെഗറ്റീവായ എൻകൗണ്ടറിന് നിങ്ങളെ താഴോട്ട് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഈ ഒത്തിരി പേരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത്, പാസ്റ്റർ ഞാൻ അത് കണ്ടു, എൻ്റെ കാലെ ആരോ പിടിക്കുന്ന കണ്ടു, എൻ്റെ കഴുത്തി ആരോ പിടിക്കുന്ന കണ്ടു. തെറ്റൊന്നുമല്ല, പക്ഷെ ഇതൊരു ഡീമോണിക് എൻകൗണ്ടറുകളാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ നിങ്ങൾ ഗ്ലോറിയിലേക്ക് കയറിയാൽ നിങ്ങളുടെ ഈ ഡീമോണിക് എൻകൗണ്ടറുകളെ ഗ്ലോറിയസ് എൻകൗണ്ടറുകളാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഭയങ്കര വിടുതലുകൾ ഇന്ന് ഈ രാവിലെ സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള എല്ലാത്തിനെയും കർത്താവ് ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യും. നിങ്ങൾ കാണുന്ന നെഗറ്റീവായ എൻകൗണ്ടർ നിങ്ങളെ താഴോട്ട് വലിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പോസിറ്റീവായ സ്വപ്നങ്ങൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യും. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, ഇത് ബൈബിളിനകത്തുള്ള സിസ്റ്റമാണ്. ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ദൈവദാസന്മാരുടെ പുറകിൽ വിഷൻസിനും ഡ്രീംസിനും ഭയങ്കര സ്ഥാനമുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അടുത്തൊരു 5 മിനിറ്റ് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കത് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ റോങ് കണക്ഷൻസും റോങ് റിയാക്ഷനും ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ കേട്ടോ എപ്പോഴോ പറഞ്ഞത്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരാൾ, ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുമായിട്ട് ഒരാൾ കണക്ട് ചെയ്യുമ്പോൾ അവനെ ഉറപ്പായി നിങ്ങൾ പഠിച്ചിരിക്കണം അവൻ ആരാന്ന്.
എൻ്റെ കൂടെ കേൾക്കുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അവൻ്റെ ടെസ്റ്റ് മണി കേട്ടാൽ മതി. ഇദ്ദേഹത്തിന് റോങ് അല്ലെങ്കിൽ റോങ് എന്താ പറയുന്നത് ഡ്രീംസുകളുമായി കണക്ഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു റോങ് പാത്തിലൂടെ എവിടെയെങ്കിലും പോയ ഒരാളാണെങ്കിൽ നിങ്ങൾ അവരുമായി ഇത്തിരി മാറി നിൽക്കുക. കുഞ്ഞുങ്ങളെന്നെ കേൾക്കണം. നിങ്ങളുടെ അടുത്ത് ഒരാൾ കോളേജിലൊക്കെ വെച്ച് ഇസ്തമാന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബാഹ്യമായ ലുക്ക് കണ്ടിട്ടല്ല വരുന്നത്. ഇത് ഈ കാണപ്പെടാൻ പറ്റാത്തൊരു ലോകത്തിൽ കിടക്കുന്ന ഒരു കണക്ഷനാണ് നിങ്ങളിലേക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു വരുന്നത്. അതിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല, നിന്നെ തകർക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സമയം കളയുക. നിങ്ങളൊട്ട് അതിനെ കെട്ടത്തുമില്ല, നിന്റെ സമയം പോവുകയും ചെയ്യും. ഇതിനോട് പിണക്കമില്ലല്ലോ. ഇത് ഒത്തിരി അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഓരോ യൗവനക്കാരും ഓരോ കുഞ്ഞുങ്ങളും ഇതിനെ മനസ്സിലാക്കണം. നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്ക് എവിടെയോ ഒരു റോങ് എൻകൗണ്ടർ ഉണ്ടായ ആളായിരിക്കും. പേടിച്ചിരിക്കുവാണോ, അതോ ഇഷ്ടപ്പെടാത്തോണ്ടിരിക്കുവാണോ, അതോ ഇഷ്ടമാണെന്ന് ആരും പറയാത്തോണ്ടിരിക്കുവാണോ? കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾ ഒരാളെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരാളെ പാർട്ട്ണറായി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കുറഞ്ഞത് പഠിക്കേണ്ടത് യവൻ ഇങ്ങനെയുള്ള മേഖലകളുമായി കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. എന്നോട് ഉണ്ടോ? ഒന്നിലധികം പ്രാവശ്യം തകർന്നവനോട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അവൻ ഏത് കാരണത്താൽ തകരുന്നു എന്ന് ഒന്ന് സൂക്ഷ്മതയോടെ പഠിക്കണം. ഈ വഴിയേ പോയത് നിന്നെ തേടി വരുന്നെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ നാടൻ ഭാഷയെ പറഞ്ഞ ചിലർ ഏണി വെച്ച് നിങ്ങൾ എന്നോടുണ്ടോ? ഏണി വെച്ച് നമ്മൾ പിടിക്കും. നിങ്ങൾ കുറച്ചാലും മിണ്ടാതിരുന്നാലും ഈ വഴിയേ പോകുന്നത് പിടിച്ചോണ്ട് വരരുത്. എന്തെങ്കിലുമൊക്കെ തനിയെ അബദ്ധത്തിൽ വന്നാൽ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ എന്നെ വല്ലാതെ നോക്കുന്നുണ്ടോ? ചിലരുമായിട്ടുള്ള കണക്ഷനുകൾ നിന്നെ പിടിച്ച് താത്ത് കളയും. ഇപ്പോൾ അത് വലിച്ചു താത്ത് കളയും. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. എന്നോട് പിണങ്ങല്ലേ. വർഷങ്ങൾ പോയിട്ടുണ്ട്. പിന്നീട് അതിൽ നിന്ന് കയറി വരാൻ സമയങ്ങളെടുക്കും. ചില റോങ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞാനീ പറയുന്നതൊക്കെ വല്ലാതെ തന്നെ നോക്കും. അതിന് ഞാനിപ്പോൾ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അതാ പറഞ്ഞത് നിങ്ങൾ ഇണയില്ല. ഓക്കെ, അത് ഞാൻ അവിടെ കൊണ്ടങ്ങ് മാറുക. എൻ്റെ ദൂത് അതല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് അന്നേരം ഈ റോങ് എൻകൗണ്ടറുകളുള്ള ഞാൻ നിങ്ങളുടെ അടുത്താണ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ നിങ്ങൾ കേൾക്കരുത് ഈ ദൂത്. ഈ നിങ്ങളുടെ പുറകെ വരുന്ന ഇവിടെ ആരും ഇല്ലല്ലോ ഈ പ്രായമുള്ള ഇവരുടെ എല്ലാം ഒന്ന് നീ ഉണ്ടല്ലേ പാസ്റ്റർ, ഞാനുണ്ട്. ഇവരെ ഒന്ന് പഠിച്ചാൽ ഇവർക്ക് എന്തോ ഒരു റോങ് കണക്ഷൻ ഉണ്ടായിരിക്കും. ആ കണക്ഷനാണ് അനന്തുവെ നിന്റെ അടുക്കിലേക്ക് ഇത് കൊണ്ടുതരുന്നത്. അതിങ്ങനെ വന്നിട്ട് നിന്റെ അടുത്ത് പറയും നിന്നെ ഇഷ്ടമാണ്. പാവ അനന്തു, ജസ്റ്റ് ഉദാഹരണമാണേ. അതിൻ്റെ അർത്ഥം ഈ നിന്റെ അഭിഷേകത്തെ കളയുക എന്നതാണ്. ആ സമയം നിൽക്കുമ്പോൾ ആ കണക്ഷൻ നീ വേണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് വേറെ നല്ല കണക്ഷൻ തരും. നിന്റെ ജീവിതത്തെ മാറ്റുന്ന കണക്ഷൻ തരും. ജീവിതത്തിൻ്റെ രീതികളെ മാറ്റുന്ന ചിലത് നമ്മളെ പിടിച്ച് താഴോട്ട് വലിക്കും. ഞാൻ ഇതൊത്തിരി പച്ചയായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 5-6 ദിവസം മുമ്പ് ഞാനും ഒക്കെ ജോയും വേറെ ആരായിരുന്നു ബിനോയടുത്തൊക്കെ ഞാനിത് പറഞ്ഞു. എനിക്ക് അവരുടെ അടുത്ത് കൂടെ ഫ്രീഡം ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെ ഞാനങ്ങ് പറഞ്ഞുകൂടി. നിങ്ങളെന്നെ ശ്രദ്ധിക്കണം. നിങ്ങളൊരാൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ
എന്താണ് ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ, ദൈവം അത് കൊതിക്കുന്നുണ്ടോ? എന്തിനാവേ ഒരാൾ അടുക്ക വരുമ്പോൾ 100 വട്ടം ചോദിക്കണം, എന്തിനാവേ എൻ്റെ അടുക്ക വന്നേ? കേൾക്കുന്നുണ്ടോ? അയ്യോ, ഒരാൾ എന്നെ കണക്ട് ചെയ്യുമ്പോൾ എന്തിനാണ് അവൻ എന്നെ കണക്ട് ചെയ്തതെന്ന് 1000 വട്ടം ആലോചിക്കണം. നീർ വന്നാൽ ശൂന്യതമോ എന്നെ വല്ലാതെ നോക്കുന്നുണ്ടാ ഞാൻ പാട്ട് പാടി. ഇത് നിങ്ങളെ താഴോട്ട് വലിക്കും. ഇനി കേൾക്കുന്നുണ്ട്? നിങ്ങൾ കാണുന്ന ഡ്രീംസ് നിങ്ങളെ താഴോട്ട് വലിക്കും, നിങ്ങളെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും. നിങ്ങളെ ലിഫ്റ്റ് ചെയ്ത ഡ്രീമുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് കൈ കാണിച്ചേട്ടെ. നിങ്ങളെ താഴ്ത്തിയ ഡ്രീമുകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പേര് മനസ്സിലാക്കി. നിങ്ങളുടെ വിഷൻസിന് നിങ്ങൾക്ക് വേഗത തരാൻ പറ്റും. നിങ്ങൾ കാണുന്ന, നിങ്ങളൊരു ഗ്ലോറി റലത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കാണുന്ന ദർശനത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. ബൈബിളിനകത്ത് തുടക്കം തൊട്ട് ഈ ദർശനത്തിന് ഭയങ്കര പ്രയോറിറ്റി ഉണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? തലയിലോട്ടൊന്ന് കൈവച്ച് പറഞ്ഞ, കർത്താവേ ഞങ്ങൾക്ക് ഡ്രീംസും ദർശനങ്ങളും വിഷൻസും തരണേന്ന് പറഞ്ഞാട്ടെ. തലയിലോട്ട് തല കൊണ്ടുവന്നവരെല്ലാം കൈവെക്കണേ. ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ഞങ്ങൾക്ക് ദർശനവും വിഷൻസും തരണമേ. അതൊന്നും കൂടെ പ്രാർത്ഥിച്ച്, ലിഫ്റ്റ് ചെയ്യുന്ന ദർശനങ്ങൾ തരണമേ. ഒന്ന് പറഞ്ഞാട്ടെ, ലിഫ്റ്റ് ചെയ്യുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ഞാൻ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. കയറി നിൽക്കുമ്പോൾ ഞാൻ ഈ പല കാഴ്ചകൾ, ഒരു കാഴ്ച പറയും. ചില സമയത്ത് സ്വപ്നം കാണുന്നത് കയറി നിൽക്കുമ്പോൾ കൂട്ടത്തോടെ രോഗികൾ സൗഖ്യമാകുന്നതായിരിക്കും കാണുന്നത്. അത് ഓൾറെഡി അങ്ങനൊരു എൻകൗണ്ടർ എൻ്റെ മേൽ ആ ഉറക്കത്തിൽ സംഭവിക്കുക. മനസ്സിലാവുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ? നിങ്ങൾ കാണുന്ന ചെറിയ സ്വപ്നം അത് എൻകൗണ്ടറാണ്. അതൊന്നിന് ആമേൻ പറയാമോ? ഒന്നും കൂടെ പറയാമോ? നിങ്ങൾ കാണുന്ന ചെറിയ സ്വപ്നം അത് എൻകൗണ്ടറാണ്. സഹോദരന്മാരെ, നിങ്ങൾ കാണുന്ന സാമച്ച നിങ്ങൾ കൈവക്കിയായിരുന്നു മുമ്പേ, അതുകൊണ്ട് ആമേൻ പറയണേ. നിങ്ങൾ കാണുന്ന സ്വപ്നം അത് എൻകൗണ്ടറാണ്. അത് നെഗറ്റീവാണെങ്കിൽ നിങ്ങളെ എടുത്ത് താഴ്ത്തിക്കളയും, പോസിറ്റീവാണെങ്കിൽ അതിനെ നിങ്ങളെ എടുത്ത് ലിഫ്റ്റ് ചെയ്യും. ഇതിനകത്ത് നെഗറ്റീവിൻ്റെ ഒരു അന്തരീക്ഷം വെളിപ്പെടുന്ന സമയത്തിന് നമ്മൾ ആ നെഗറ്റീവിനെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഇന്നോട്ട് നിങ്ങൾ ഗ്ലോറി റലത്തെ തൊടുന്ന പോസിറ്റീവായ ഡ്രീംസിനെ കർത്താവ് ഓപ്പൺ ചെയ്യും. ഇതിനകത്ത് വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനൊരു വാക്കുണ്ട്, യേശു എന്നെ അയച്ചിരിക്കുന്നു. നിങ്ങൾ എത്ര പേര് പ്രവചിക്കാൻ കൊതിക്കുന്നുണ്ട്? ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓക്കെ, ഈ പ്രവചനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷനും ഡ്രീംസും ആണ്. എന്നോട് ഉണ്ടോ? ഭയങ്കര ദിവസം ഞാൻ ഇതെല്ലാവരെയും അടിച്ചേൽപ്പിക്കേണ്ട ദൂതല്ല, ചിലർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇത് മനസ്സിലാകാത്തവനോട് ഞാനിത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ദർശനങ്ങളും വിഷൻസിനും വേണ്ടി കൊതിക്കുക. നിങ്ങൾ ഈ ബൈബിൾ വിശ്വസിക്കുന്നു? ബൈബിളിനടുത്ത് നിങ്ങൾ ഈ ബൈബിൾ വിശ്വസിക്കുന്നു? നിങ്ങൾ ദർശനങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? ഇനി അടുത്ത് നിങ്ങൾ അനങ്ങാതിരിക്കുന്നുണ്ട്, അനങ്ങാത്ത രണ്ടും ദൂത് പറയാം. ഈ സ്വപ്നം തുറന്നു വരുമ്പോൾ ദൈവം തരുന്ന സ്വപ്നങ്ങൾ ഭയങ്കര പൂർണ്ണതയായിരിക്കും. ആമേൻ പറയാമോ? ഭയങ്കര വ്യക്തതയായിരിക്കും. ജോസഫ് സ്വപ്നം കണ്ട ആളാ, യാക്കോബ് സ്വപ്നം കണ്ട ആളാ. പക്ഷെ അവിടുത്തെ ആ സ്വപ്നത്തിൻ്റെയൊക്കെ പ്രത്യേകത പകുതി ഞാൻ മറന്നുപോയെന്ന് എഴുതിയിട്ടില്ല. എന്നെ വല്ലാതെ നോക്കുന്ന പക്ഷേ ഈ പകുതി ഞാൻ മറന്നു പോയിട്ടെന്ന് നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യണം. ഈ സമയം
നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ, പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിനെ മറന്നു പോകുന്നത് ഒരു പൈശാചിക പദ്ധതിയാണ്. എൻ്റെ ദൈവമേ പാസ്റ്റർ, ഇത് സഭായോഗമാണ്, കോൺഫറൻസ് അല്ല എന്ന രീതിയിൽ ആരൊക്കെയോ ഇരിക്കുന്നു. ഓക്കെ, എനിക്കറിയാം. പക്ഷെ ഈ ദൂതിനകത്തൂടെ ഒരു ചലനം ഇന്ന് രാത്രി നടക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എന്ത് പ്രസംഗിക്കുന്നോ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്താണ് കേൾക്കുന്നത് അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ അത് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വാതിലുകളെ ഇന്ന് രാവിലെ തുറക്കാൻ ദൈവത്തിന് പറ്റും. ക്ഷേത്ര ഓൺലൈനിലൂടെ എന്നെ കാണുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു, ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഭയങ്കര ഡ്രീമുകളും ദർശനങ്ങളും കർത്താവ് നിങ്ങൾക്ക് തുറക്കാൻ പോവുകയാണ്. ഈ ജോസഫ് കണ്ട സ്വപ്നം, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അതിനെ എടുക്കണം, കേൾക്കണം. എന്നെ നോക്കിയാ, നിങ്ങളുടെ ഒന്ന് കാണിച്ച് എന്നെ നോക്കി. ഈ ജോസഫ് കണ്ട സ്വപ്നം ഞാൻ പലപ്പോഴും കണ്ടോണ്ട്, നമ്മൾ ഈ സ്വപ്നം കണ്ടോണ്ടിരിക്കുമ്പം മോനെ ചായ എന്നാ ഞങ്ങൾ പറയും നശിപ്പിച്ചു. അന്നേരം ചായ തരാത്ത ആള് ചായ തരാൻ വിളി, അന്നേരം ഒരു കോള് വരും. പൈസാമച്ചനൊക്കെ ചിരിച്ചു മാറി. ഇതൊരു പ്രശ്നമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റരുത്. എത്ര പേർക്ക് മനസ്സിലാകും? നീ കാണുന്ന സ്വപ്നം ദൈവികമാണെങ്കിൽ ചായ അടുപ്പത്തിരുന്ന് തിളച്ചാൽ പോലും, ഗ്ലാസിനകത്ത് ഒഴിച്ചാൽ പോലും നിന്റെ അടുക്കലേക്ക് അത് വരത്തില്ല. ഞാനിപ്പോൾ ആത്മമണ്ഡലത്തിൽ നിങ്ങളെ ഡ്രീമുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ബ്രേക്ക് ആക്കാൻ പറ്റത്തില്ല. നിനക്ക് ദൈവം തുറന്നു തരുന്ന അസാധാരണമായ സ്വപ്നങ്ങളുടെ എൻകൗണ്ടറുകളെ ഒരു പിശാചിനും ബ്രേക്ക് ആക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കാമെങ്കിൽ അങ്ങനെ ചില മേഖലയ്ക്കകത്ത് ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. കരവടിക്കുകയാണെങ്കിൽ നല്ലവണ്ണം ഒന്ന് അടിച്ച് പ്രബാല ശമന പ്രബാന ഇതൊന്ന് പ്രാപിക്കാമെങ്കിൽ ഒന്ന് പ്രാപിച്ചോണം. നിന്റെ ദർശനത്തെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ വിഷനെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ റെവലേഷനെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓ റാസാറ്റല, ഞാൻ ഇങ്ങനെ പറയാം, നിനക്ക് ബ്രേക്ക് ആയാലും അതിന്റെ ബാക്കി അടുത്ത രാത്രി തുറക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളും ഇതെനിക്കറിയണം. ഞാൻ ഇത് പറയാൻ നിൽക്കുന്ന ദൂതല്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ അടുത്ത് കർത്താവ് പറയുന്നു, നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട സ്വപ്നങ്ങളുടെ സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും കർത്താവ് തുറക്കാൻ പോകുക. ഇതൊരു ഗ്ലോറി റലത്തിൽ നിന്ന് ഞാൻ ഈ ദൂത് പറയുന്നത്. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. ഭയങ്കര ദൈവശക്തിയായിട്ട് വ്യാപരിക്കുകയാണ്. ആരോ കുഞ്ഞുങ്ങളോട് ഞാൻ പ്രവചിക്കുകയാണ്. ഏതോ അമേൻ പാസ്റ്റർമാരോട് ഞാൻ പ്രവചിക്കുകയാണ്. ഏതോ ദൈവമക്കളോട് ഞാൻ പ്രവചിക്കുകയാണ്. ഒരു രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ആ അടുത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ ദൈവം സെറ്റ് ചെയ്യാൻ പോകുക. 2 മിനിറ്റ് ആ കരം ഒന്ന് അടിച്ച് ശബ്ദം ഉയർത്തി വായികൾ തുറന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ഞാൻ ഈ ദിവസങ്ങളിൽ കാണുന്നത് അസാധാരണമായ ദൈവശക്തിയുടെ പകർച്ചയാണ്. ഈ രാത്രിയിലും ഞാൻ ഈ പിടിച്ച് ശാന്തമായി പറയുന്നിറക്കിയറിഞ്ഞൂടാ. ഞാൻ മനഃപൂർവ്വമായി ഈ പിടിച്ചു നിർത്തുന്നത്, ദൈവമേ ഇതൊന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചില സമയത്ത് പറ്റാറില്ല. ഒരു വാക്ക അധികമായി വല്ലതും പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ കാണുന്ന അസാധാരണമായി കടൽ ഇളകി വരുന്നത് പോലെ ദൈവശക്തി ജനത്തിന്റെ മേൽ ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, ഇതിനെ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ആമേൻ പറയാമെങ്കിൽ ആ ദൈവശക്തി അനുഭവിക്കാൻ പറ്റുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചു. ചിലരെ കർത്താവ് തുറക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ തുറക്കുക, നിങ്ങളുടെ വിഷൻസ് തുറക്കുക, നിങ്ങളുടെ ഡ്രീമുകൾ തുറക്കുക. ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ അസാധാരണമായ ഡ്രീംസ്. നിങ്ങളൊരു ആത്മീയനാണെങ്കിൽ നിങ്ങൾ ദർശനങ്ങളെ കാണണം. നിങ്ങളുടെ പുത്രന്മാർ ദർശനങ്ങളെ കാണണം. നിങ്ങളുടെ പ്രായമുള്ളവർ അതിനെ കാണണം. നമ്മുടെ വൃദ്ധന്മാർ അതിനെ കാണണം. യേശുവിന്റെ നാമത്തിൽ അടുത്തിരിക്കുന്നവരെ കരമൊന്ന് ഞെക്കിപ്പിടിച്ച് മുറുക്കെ പിടിച്ച് പറഞ്ഞ, നീ ദർശനം കാണാൻ പോവാന്ന് പറഞ്ഞു. പ്രഭാതനം ഒന്ന് നന്നായി പറഞ്ഞ, നീ ദർശനം കാണാൻ പോവുകയാണ്. ഇത് നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നെങ്കിൽ ഇതിന് ആമേൻ പറയണം.
അപ്പോസ്തല പ്രവൃത്തി വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആമേൻ പറയണം. പൗലോസിന്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ ആമേൻ പറയണം. ആമേൻ. പത്രോസിന്റെ ആമേൻ ദർശനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇതിന് ആമേൻ പറയണം. ആമേൻ. അടുത്തിരിക്കുന്നവരുടെ മുഖം നോക്കി പറഞ്ഞേ, നിങ്ങളുടെ യൗവനക്കാർ, നിങ്ങളുടെ പ്രായമുള്ളവർ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന പ്രായമുള്ള ആളാണെങ്കിൽ പറഞ്ഞേ, അച്ഛൻ കാണാൻ പോവാന്ന് പറഞ്ഞേ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുഞ്ഞാണെങ്കിൽ പറഞ്ഞ്, ബൈബിൾ പറയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യോവേൽ, അത് ഒന്ന് എടുത്തു വെച്ചേ, അപ്പോസ്തല പ്രവൃത്തി എടുത്തു വെച്ചേ, അല്ലെങ്കിൽ യോവേൽ എടുത്തു വെച്ചേ. യോവേൽ പ്രവാചകൻ പറയുകയാണ്, അന്ത്യകാലത്ത് ആ സർവ്വജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാർ സിനിമ കാണുമെന്നല്ല, നിങ്ങളുടെ പുത്രന്മാർ ബാറിപ്പോകുമെന്നല്ല, നിങ്ങളുടെ പുത്രന്മാർ പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക, എഴുന്നേറ്റ് നിന്നൊന്നും സ്വീകരിക്കാമെങ്കിൽ ഒന്ന് സ്വീകരിച്ചോ, എഴുന്നേറ്റ് നിന്നൊന്ന് സ്വീകരിക്കാമെങ്കിൽ ഒന്ന് സ്വീകരിച്ചോ. ആ വാക്യം ഒന്ന് ഇട്ടോ. ഇതിനകത്ത് പ്രായമുള്ളവരടുത്ത് ബൈബിൾ പറയുന്നു നിങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ പോകുകയാണ്. ഇതിനകത്ത് കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സ്വപ്നങ്ങളെ കാണാൻ പോകുകയാണ്. ഇതിനകത്ത് ഇടയിൽ നിൽക്കുന്ന ചിലരോട് ഞാൻ പറയാം, നിങ്ങൾ ദർശനങ്ങൾ കാണാൻ പോകുകയാണ്. കരമുയർത്തി അടുത്തിരിക്കുന്നവരടുത്ത് പറഞ്ഞേ, അടുത്തിരിക്കുന്ന കരമൊന്ന് പിടിച്ചിട്ട് പറഞ്ഞ സ്വപ്നങ്ങൾ കാണാൻ പോകുകയാണ്. പ്രഭാന പറഞ്ഞ് നിങ്ങൾ പ്രവചിക്കാൻ പോവാന്ന് പറഞ്ഞേ. ഭയങ്കര ദിവസാനത്തിൽ ഇതിനകത്ത് വ്യാപരിക്കും. രമേശ പ്രവചിക്കാൻ പോവാ, ഒരാമയം പറയച്ച ആരുടെ ഞാൻ പറയണം. സാമച്ച ദർശനങ്ങൾ കാണാൻ പോവാ. നീ നിന്നെ കുറിച്ചും നിന്റെ ഭാവിയെ കുറിച്ചും നിന്റെ യാത്രകളെ കുറിച്ചും നിന്നോട് ദൈവം സംസാരിക്കാൻ പോവുകയാണ്. കാണാൻ പോകുക. ഇതിനകത്ത് എനിക്കത് അറിഞ്ഞുകൂടാ, ആരെടുത്താ പറയണ്ടെന്ന് ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരിക. സൂപ്പർ നാച്ചുറൽ ഡ്രീംസ്, സൂപ്പർ നാച്ചുറൽ വിഷൻസ് യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് തുറക്കുകയാണ്. ഇരുന്നേ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, പുത്രന്മാർ പുത്രിമാർ. പുത്രിമാരൊക്കെ എവിടെ പ്രവചിക്കോ? നിങ്ങളുടെ യൗവനക്കാരെവിടെ? ഒന്ന് എന്തിയെ പറഞ്ഞാട്ടെ, യൗവനക്കാരെവിടെ? യൗവനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിക്കുക. നീ പ്രവചിക്കാൻ പോകുക, ദർശനങ്ങൾ ദർശിക്കാൻ പോകുക. വൃദ്ധന്മാരെവിടെ? പ്രായമുള്ളവരാരോ സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാം, നിങ്ങൾ സ്വപ്നങ്ങളെ കാണാൻ പോകുകയാണ്. ഇത് പറയുന്നത് സംഭവിക്കും. ഒന്ന് കരം നല്ലവണ്ണം ചേർത്തടിച്ച് ഒന്ന് ശബ്ദമുയർത്തി ദൈവത്തിന് ആരാധന കൊടുക്കും. ഓൺലൈനിലൂടെ എന്നെ കാണുന്ന ചിലരോട് ഞാൻ പറയാം, പ്രവചിക്കാൻ പോകുകയാണ്, സ്വപ്നം കാണാൻ പോകുകയാണ്, ദർശനങ്ങൾ കാണാൻ പോകുകയാണ്, വിഷൻസ് കാണാൻ പോകുകയാണ്. അതിനൊരാത്മാവിന്റെ പകർച്ച ഈ 11 മണിക്ക് സംഭവിക്കട്ടെ. ഇത് നിനക്ക് തരുന്നത് ആത്മാവാണ്. ഒന്നും കൂടെ ഞാൻ ദൂത് പറയാം. ആമേൻ പറയാമെങ്കിൽ പറയണം. ഈ വാതിലിനെ നിനക്ക് തുറന്നു തരുന്നത് പറഞ്ഞേ. ഒന്നും കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ. ഒന്നും കൂടെ സഭ പറഞ്ഞേ. ഇത് നിനക്ക് തുറന്നു തരുന്നത് ബൈബിൾ കോളേജ് അല്ല, നീ വായിച്ച പുസ്തകമല്ല, നീ കേട്ട പ്രസംഗമല്ല. പറഞ്ഞേ, ആരാണത്? ആത്മാവ് നിങ്ങളോട് ഇടപെടാൻ പോകുകയോ? ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുകയോ? ഷായിച്ചാൻ എവിടെയാ? ആ സ്തോത്രം കേട്ടപ്പം തോന്നി ഷായിച്ചാന്റെ സ്തോത്രമാണെന്ന്. ആത്മാവ് ഇടപെടാൻ പോകുകയോ? ഇത് നിങ്ങൾക്ക് തുറന്നു തരുന്നത് എന്താണ്? ആത്മാവാണ്. ആത്മാവെ ഒന്ന് കരം ഉയർത്തി പറഞ്ഞു, ആത്മാവെ കനിയണമേ, അഭിഷേകം. കണ്ണുകളടച്ചൊന്ന് കരം ഉയർത്തി ദാഹത്തോട് പറഞ്ഞ്, എനിക്കൊരു സാധാ പെന്തക്കോസ്തുകാരനാകണ്ട, സാധാ ഒരു പാസ്റ്ററാകണ്ട, ദൈവം ഇടപെടുന്ന ഒരാളാക്കി എന്നെ മാറ്റണമേ. ആത്മാവെ കനിയണമേ,
അഭിഷേകം പകരണമേ, ആത്മാവെ കനിയണമേ. ആമെങ്കിൽ കരമുയർത്തി രണ്ട് കരം സ്വർഗത്തിലേക്ക് വീഴ്ച പിടിച്ചു പറ, ആത്മാവേ ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിനാദ പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിനാവുകളെന്നെ. ഇന്ന് രാത്രി ഈ ദൂതന് വേണ്ടി പ്രാർത്ഥിച്ച ചിലരോട് ഞാൻ പ്രവചിക്കുകയാണ്. ആമേൻ എല്ലാവരും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അകത്ത് കത്തലുള്ളവർ രണ്ടാമേനെങ്കിലും കുറഞ്ഞത് പറയണം. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുകയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങളെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ വിഷൻസിനെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ജോസഫ് സ്വപ്നം കണ്ടപ്പോ ചായയുമായി അമ്മ വന്നില്ല. ജോസഫ് സ്വപ്നം കണ്ടപ്പോൾ അപ്പൻ ഫോണിൽ വിളിച്ചില്ല. കാരണം ഇത് ബ്രേക്ക് ആകാൻ പറ്റത്തില്ല. കറ്റ എഴുന്നേൽക്കുന്നത് നീ കാണും, കറ്റ വണങ്ങുന്നത് നീ കാണും. ഇതാണ് ദൈവത്തിന്റെ സ്വപ്നങ്ങൾ. അടുത്ത സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. 11 നക്ഷത്രങ്ങൾ. ആ സ്വപ്നം ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്റെ കൂടെ ഒന്ന് പറഞ്ഞു. 11 സ്വപ്നങ്ങൾ നക്ഷത്രങ്ങൾ എന്താ പറയുന്നേ, ഇവനെ വണങ്ങുന്നു. സൂര്യനും ചന്ദ്രനും ഇവനെ വണങ്ങുന്നു. പക്ഷെ ഇതിന്റെ പകുതി വെച്ച് ബ്രേക്ക് ആകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സ്വപ്നങ്ങൾ പൂർണ്ണതയുള്ളതാണ്. എന്റെ കൂടെ ആമേൻ പറയാം. നിങ്ങളടുത്ത് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ ഈ തലത്തിൽ ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോകുകയാണ്. പ്രധാനപ്പെട്ട പ്രൊഫറ്റിക്കൽ ഡീലുകൾ. ആ വാക്ക് ഒന്നെനിക്ക് പറയാൻ തോന്നുന്നു. പ്രൊഫറ്റിക്കൽ ഡീലുകൾ ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് പറഞ്ഞ നന്നായി പറഞ്ഞാട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. സഹോദരങ്ങൾ പറഞ്ഞ പ്രൊഫറ്റിക്കൽ ഡീലുകൾ. പ്രൊഫറ്റിക്കൽ ഡീലുകളുടെ പുറകിൽ സ്വപ്നമുണ്ട്. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പ്രവചിക്കുമ്പോൾ ദർശനത്തിന് ഒത്തവണ്ണം സംസാരിച്ചെന്നാ. നിങ്ങൾ കേട്ടോ ആ വാക്ക്? എന്തോ പറഞ്ഞേ? ഊഹാപോഹമല്ല, തോന്നലല്ല, ദർശനത്തിന് ഒത്തവണ്ണം ദാവീദിനോട്. ഞാനൊരു ദൂത് പറഞ്ഞ് നിങ്ങൾ ആമേൻ പറയോ? നിങ്ങളുടെ വാക്കുകൾ മാറാൻ പോകുകയാണ്. ഈ സഹോദരിമാർ ഭയങ്കരമായിട്ട് ഇതിനെ സ്വീകരിക്കുന്നു. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് ദൂത് പറയാം. നിങ്ങളുടെ വാക്കുകൾ മാറാൻ പോകുക, നിങ്ങളുടെ രീതികൾ മാറാൻ പോകുക. നിങ്ങൾ ദർശനത്തിന് ഒത്തവണ്ണം സംസാരിക്കാൻ പോകുകയാണ്. ആമേൻ പറയാമെങ്കിൽ എല്ലാവരും ആമേൻ പറഞ്ഞോണം. ദർശനത്തിന് ഒത്തവണ്ണം. ആരാധന ആമേൻ പറയുന്നേ. ഓരോ സഹോദരന്മാരടുത്ത് ഞാൻ പ്രവചിച്ചു പറയുക, നീ സംസാരിക്കുന്നത് ദർശനത്തിന് ഒത്തവണ്ണം. അടുത്തിരിക്കുന്ന കരം ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞ, ദർശനത്തിന് ഒത്തവണ്ണം സംസാരിക്കണം. ദർശനത്തിന് ഒത്തവണ്ണം നീ പ്രവചിക്കണം. ദർശനത്തിന് ഒത്തവണ്ണം നീ പ്രസംഗിക്കണം. നിന്നെ ഏൽപ്പിക്കുന്ന ഡൗൺലോഡിങ്ങുകൾ, നിന്നെ ചില സന്ദേശങ്ങൾ ദൈവാത്മാവ് ഡൗൺലോഡ് ചെയ്ത് ഈ ദിവസങ്ങളിൽ തരാൻ പോവുകയാണ്. ഈ ഡ്രീമുകളെ ബ്രേക്ക് ആക്കാൻ പറ്റത്തില്ല. ഒന്ന് പറഞ്ഞു, എന്റെ ഡ്രീമുകളെ ബ്രേക്ക് ആകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബ്രേക്ക് ആയിട്ടുണ്ടോ? അന്നേരം ചായ കുടിക്കാൻ വിളിക്കും. അതിനെ ബ്രേക്ക് ചെയ്യണം. ഞാനൊരു സ്വപ്നം കണ്ട സ്വപ്നം തീരാതെ ഒരാൾ എൻ്റെ അടുക്ക വരരുത്. നിങ്ങൾ രാമയും പറയുന്നില്ലല്ലോ. ഞാനൊരു ദർശനം കണ്ടാൽ അത് കാമൻ തീരാതെ എൻ്റെ അടുക്കൽ, ഞാനൊരു ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ അത് പ്രാപിക്കുന്നത് പൂർണ്ണമല്ലാതെ എൻ്റെ അടുക്കൽ ആരും വരരുത്. ഞാൻ എന്താ ഈ ദൂത് ഇന്ന് രാവിലെ പ്രസംഗിക്കാനുള്ളൊരു കാരണം ഞാൻ പറയാം. ഈ യേശു എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞില്ലേ? നിങ്ങൾ കേട്ടായിരുന്നോ? ഇങ്ങനെ ദൈവം നിങ്ങളെ അയക്കും. ഇതൊരു തോന്നലല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചിലരുമായി എൻകൗണ്ടർ പല തരമുണ്ട്. ഏഞ്ചലിക് എൻകൗണ്ടറുകളുണ്ട്,
മനുഷ്യനും മനുഷ്യനുമായുള്ള എൻകൗണ്ടറുകളുണ്ട്. അത് ദൈവികതയുണ്ട്, പൈശാചികതയുണ്ട്. നിങ്ങൾ കറക്റ്റ് ഒരു ദൈവദാസൻ ഇങ്ങനെ നിൽക്കുന്ന ഒരാളുമായി നിങ്ങൾ കൂട്ടിമുട്ടിയാൽ നിങ്ങളുടെ ജീവിതം മാറും. മനുഷ്യന്റെ എൻകൗണ്ടറുകളുണ്ട്. ചില ചർച്ചിനകത്ത് നിങ്ങൾ പോയി ചുമ്മാതിരുന്നാൽ പോലും ദൈവപ്രവർത്തികൾ സംഭവിക്കും. ഇന്നലെ രാത്രി എൻ്റെ അടുത്തൊരു ഒരാള് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ദൂത്. നമ്മുടെ ആദ്യത്തെ ഫാസ്റ്റിംഗ് പ്രയർ, നമ്മുടെ കുഴിയിലെ ഫാസ്റ്റിംഗ് പ്രയർ എപ്പോഴായിരുന്നു? 18. അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ, 18 ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞിട്ട് ഞാൻ ആൻസനെ കാണുന്നത് ഈ ഒരു റേഞ്ചിലല്ല. പെട്ടെന്ന് എന്നെ കർത്താവ് 18 കൊണ്ടുപോയി. താഴത്തെ കുഴിയിലെ ആരാധനയും പ്രാർത്ഥനയും ഞാൻ പോലും അറിയാതെ, ഞാൻ അവിടെ വീണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അവിടെ നിന്ന് കൈയടിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നോട് ആരും ദൂത് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അദ്ദേഹം പറഞ്ഞതൊരു അച്ഛനായിരുന്നു. അദ്ദേഹം ഓൺലൈനിലൂടെ സ്ഥിരമായി നമ്മുടെ മീറ്റിങ്ങുകൾ കാണുക. അദ്ദേഹം ആ മീറ്റിങ്ങിനകത്തുണ്ടായിരുന്നു, ആ ഫാസ്റ്റിംഗ് പ്രയറിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം പറയാം, അന്ന് തൊട്ട് ആൻസറെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഓരോ ദിവസവും ഭയങ്കര മാറ്റങ്ങൾ. എന്തിനാ ഞാൻ പറയുന്നത്? ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ചില സ്ഥലങ്ങളിൽ പോയി ഇരുന്നാൽ നീ മാറും. നീ ചില ഇടങ്ങളിൽ പോയി ഇരുന്നാൽ ചിലരുമായി ഞാൻ ഉറപ്പായി പറയാം, അനാവശ്യമായ കണക്ഷന് പോകരുത്. അത് നിന്നെ താഴോട്ട് വലിക്കും. ചില ദൈവിക കണക്ഷനാണെങ്കിൽ നിന്നെ എടുത്ത് ദൈവാത്മാവ് എടുത്ത് ലിഫ്റ്റ് ചെയ്യും. ഇതിനകത്ത് പോയി അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ എല്ലാ റോങ് കണക്ഷനുകളെയും ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യാണ്. നിന്നെ താഴോട്ട് വലിക്കാൻ, നിന്റെ വർഷത്തെ കളയാൻ, തുള്ളൻ തിന്നാൻ, പുഴു തിന്ന് അങ്ങനെ നശിപ്പിച്ച് കളയാൻ വെച്ചിരിക്കുന്ന നിന്റെ വിഷൻസിനെയും ഡ്രീംസിനെയും ഉരുക്കി കളയാൻ വെച്ചിരിക്കുന്ന ചിലതിനെ ഇപ്പോൾ ഞാൻ ആത്മാവിൽ ബ്രേക്ക് ചെയ്യാം. കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കര ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചോണം. ക്ഷമാ സന്തന പ്രഭാനിയ ലേറ്റേറിയ പ്രഭാത്. നിങ്ങൾ റൈറ്റ് സീറ്റിൽ ഇരിക്കുവാണെങ്കിൽ എങ്ങനാ കസരങ്ങ നേടാ? നീ റൈറ്റ് സീറ്റിൽ ഇരിക്കുവാണെങ്കിൽ, നീ റൈറ്റ് ചെയറിൽ ഇരിക്കുവാണെങ്കിൽ നീ എങ്ങും പോകണ്ട, നിന്റെ അടുക്കൽ ഉണർവ് വരും. ആമേൻ പറഞ്ഞില്ല. വേണ്ട വേണ്ട വേണ്ട. നീ റൈറ്റ് ചെയറിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ അടുക്കൽ ഉണർവ് വരും, നിന്റെ അടുക്കൽ അത്ഭുതങ്ങൾ വരും, നിന്റെ അടുക്കൽ നിന്റെ കാൽ ചുവട്ടിൽ ദൈവപ്രവർത്തികൾ നീ കാണും. ഇന്ന് രാത്രി ഞാൻ പറയുന്ന ദൂതാർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നീ ഒത്തിരി അലയണ്ട. നീ നിൽക്കുന്ന ട്രാക്ക് മാത്രം നോക്കിയാൽ മതി, നീ നിൽക്കുന്ന പൊസിഷൻ നോക്കിയാൽ മതി. നിന്റെ അടുക്കൽ ദൈവപ്രവൃത്തിയുടെ വലിയ വാതിലുകൾ ഈ ദിവസങ്ങളിൽ. ഇതൊരു പ്രവചന ശബ്ദമോ? ഇതൊരു ദൂതാണ്. നിങ്ങളുടെ റൂമിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിലേക്കും ഉണർവുകൾ വരാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നീ കൊതിച്ച പാസ്റ്റർമാർ, നീ കാണാൻ കൊതിച്ച പാസ്റ്റർമാർ, നീ കാണാൻ കൊതിച്ച ചർച്ചുകൾ, നീ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ദൈവദാസന്മാർ നിന്നെ തേടി വരാൻ പോകുക. ഇത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇതിന് ആമേൻ പറയുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ അന്തരീക്ഷത്തിൽ പറയുക, ഉണർവുകളുമായി കണക്ഷൻ ആകാൻ പോകുക. നിന്നെ താഴോട്ട് വലിക്കുന്നവരുമായിട്ടല്ല, നിന്നെ മുകളിലോട്ട് വലിക്കുന്നവരുമായി. ആരെടുത്താ ഞാൻ ദൂത് പറയുന്നത്? ഷായിച്ചേതനാമയം പറയണോ? രമേശേതനാമയം പറയണോ? നിന്നെ താഴോട്ട് വലിക്കുന്നവരല്ല, നിന്നെ മുകളിലോട്ട് ഉയർത്തുന്നവരുമായി. ജോസഫിന്റെ സ്വപ്നത്തെ കുറിച്ച് പറയണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള ടൈം കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഈ ഡ്രീംസിനെയും ദർശനങ്ങളെ കുറിച്ച് പറയുന്നു? നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ചില എൻകൗണ്ടറുകൾ കർത്താവ് തരാൻ പോവുക. പറയാനുള്ള കാരണം ഇത് പറയുമ്പോൾ നിങ്ങൾ അതിനെ വിശ്വസിക്കുകയും ആമേൻ പറയുകയും ചെയ്യണം.
ഒരു 4 ദിവസത്തിന് മുമ്പ്, അവർ ചിലപ്പോൾ ഈ മീറ്റിംഗ് ഓൺലൈനിലൂടെ കാണുന്നുണ്ടായിരിക്കും, 4 ദിവസത്തിന് മുമ്പ്, 4 അല്ലെങ്കിൽ 5 ദിവസം, ഒരു രാത്രി ഒരു 10 മണിയായപ്പോൾ ആവർത്തിച്ച് കോളുകൾ വരിക. ഞാനിങ്ങനെ ഫോൺ കണ്ടു, എടുക്കാൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ 6, 7, 8, 9 മിസ് കോളുകൾ. എന്നിട്ട് എനിക്ക് മനസ്സിലായി എന്തോ അർജന്റ് കേസാണ്. ഫോൺ എടുത്തു. പാസ്റ്റർ, എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക. എന്താ പ്രശ്നം? ഒരു പരുവത്തിന് പറയാം. കുഞ്ഞു കൊച്ചാണ്, 8ലോ സെറയുടെയും കണ്ട് പ്രായമുള്ളൂ. ഈ കുഞ്ഞ് രാത്രിയിൽ എഴുന്നേറ്റ് പോകുന്നു, രാത്രി ഭയക്കുന്നു. ഇതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ കുറച്ച് പറയും. ഞാനിത് പ്രാർത്ഥിക്കുന്നതിന് വിട്ട് ഞാൻ ആഴ്ചകളിൽ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് മനസ്സിലായി ഇതിന് ഞാൻ പ്രാർത്ഥിച്ച ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് എൻ്റെ അകത്ത് കർത്താവ് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവിനെ കർത്താവ് തൊടുവാന്ന് പറഞ്ഞു. ആ വീടിനകത്ത് ആ ദൂത് വെച്ച് പ്രാർത്ഥിച്ച ഫോൺ കോൾ വെച്ചു. ഞാൻ പറഞ്ഞു അതൊരു റോങ് എൻകൗണ്ടർ ആണ്. പക്ഷെ ഇന്ന് രാത്രി തൊട്ട് നിങ്ങളുടെ വീട്ടിൽ റൈറ്റ് എൻകൗണ്ടറുകൾ തുറക്കും. പിറ്റേ ദിവസം അതേ സമയം കലയപുരത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ ഫോണിൽ നിന്ന് 10ലധികം മിസ് കോൾ കിടക്കുന്നു. ഒരു 15ൽ അവസാനിക്കുന്ന നമ്പർ. തിരിച്ചു വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അദ്ദേഹം ഒരു മദ്യപാനിയാണ്. പക്ഷെ ഇന്ന് രാത്രി അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരിക്കുക. സാധാരണ എന്നും കാണുന്ന ഈ ഹസ്ബൻഡിനെ ഇന്ന് രാത്രി ഞാൻ കാണുന്നത് മദ്യപിച്ച് കരയുന്നതല്ല, മദ്യപിക്കാതെ അദ്ദേഹം വാവിട്ട് കരയുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നെങ്കിൽ, ബൈബിൾ വിശ്വസിക്കുന്നെങ്കിൽ, ദമസ്കോസിന്റെ പടിവാതിക്കൽ പൗലോസിനെ തൊട്ടത് വിശ്വസിക്കുന്നെങ്കിൽ, പത്രോസിന്റെ മേൽ തുപ്പട്ടി ഇറക്കി കാണിച്ചു കൊടുത്ത് വിശ്വസിക്കുന്നെങ്കിൽ, ഇത് സഭയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് തുറക്കാൻ പോവുക. കേൾക്കാമെങ്കിൽ കേട്ടോണം. ആമേൻ. ഞാൻ പറഞ്ഞു ഉറപ്പാണോ? മദ്യപിച്ച് കരയുവാണോ? അല്ല പാസ്റ്റർ, എനിക്കറിയാം. ഞാൻ പറഞ്ഞു നമ്പർ തരാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ദൈവമില്ല, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു രീതി. പക്ഷേ ഒരാളെങ്കിലും വിടുവിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ ആഗ്രഹത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം അടുത്ത് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എന്നോട് പറയാമോ? ഞാൻ പറഞ്ഞു അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കരയുവാണ് പാസ്റ്റർ, ഞാൻ കരയുവാണ്. ഞാൻ പറഞ്ഞു ഒരു വാക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം എന്താ? ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു തുടങ്ങി. 2 മിനിറ്റ് ഒന്നും കിട്ടുന്നില്ല, ഒന്നും പറയാൻ തോന്നില്ല, എന്തൊക്കെയോ പ്രാർത്ഥിച്ചു. കർത്താവെ തുടർന്ന് ഞാൻ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞു. 3-ാമത്തെ കർത്താവിനടുത്ത് പറഞ്ഞു 9 മണിക്ക് നിന്റെ റൂമിൽ ഇറങ്ങി വന്നത് യേശുവാണ്. ഓ ശമന, ഞാനിത് പല വീഡിയോസിനകത്തും കണ്ടതാണ്, ഞാൻ കേട്ടതാണ്. അമേൻ. ഇത് എനിക്കറിഞ്ഞൂടാ. 9 മണിക്ക് നിന്റെ റൂമിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിച്ചു നിർത്തി. അദ്ദേഹം കുറച്ച് മിനിറ്റ് ഞാൻ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് നിർത്തുക എന്നൊരു ഇതേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒത്തിരി സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ല. പ്രാർത്ഥിച്ച് നിർത്തിയിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, പാസ്റ്റർ, നിങ്ങളുടെ വീട് എവിടെയാ? ഞാൻ പറഞ്ഞു കൊല്ലം. ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ട് അത് തീരുമെന്ന് വിചാരിച്ചു. അടുത്ത ചോദ്യം, കൊല്ലത്ത് എവിടെയാ? ഞാൻ പറഞ്ഞു കൊട്ടാരക്കര. കാരണം ഇത് എൻ്റെ അറിവിൽ ഇദ്ദേഹം അടിമാലിയിലാണ്, ഇപ്പം നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഇദ്ദേഹത്തിന് നമ്മുടെ ഈ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞാൽ അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു കൊട്ടാരക്കര എവിടെയാണ്? ഞാൻ പറഞ്ഞു പൂയപ്പള്ളി. ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി അടുത്ത ചോദ്യം ചോദിച്ചാൽ ഞാൻ ഫോൺ കട്ടി. അടുത്ത ചോദ്യം, പൂയപ്പള്ളിയിൽ എവിടെയാ? അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു പൂയപ്പള്ളി മീയണ്ണൂർ എവിടെയാ? ഞാൻ പറഞ്ഞു കൈതക്കുഴി.
നിങ്ങൾക്ക് ചിരിയാ. അടുത്ത ചോദ്യം, കൈതക്കുഴിയിൽ എവിടെയാ? TB ജംഗ്ഷനില. പാസ്റ്റർ, TB ജംഗ്ഷനില എന്റെ വീട്. ഓ, നിങ്ങൾക്ക് എന്തോ തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. 30 വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയവനെ ലോകത്തിൽ ഒത്തിരി പാസ്റ്റർമാരുള്ളപ്പോ എന്റെ ഫോണിലേക്ക് വിളിക്കണമെങ്കിൽ ഇത് എൻകൗണ്ടർ അല്ലേ? ആർക്കാ ഇന്ന് രാവിലെ ഞാൻ പറയുന്ന മനസ്സിലാകുന്നത്? പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ ഏതോ അഭിഷക്തന്മാർക്ക് പത്രോസിനും അനന്യാസിനും ഉണ്ടായതുപോലെ ചില കൂട്ടിമുട്ടലുകൾ ഇന്ന് രാത്രി ഉണ്ടാകുക. ഭയങ്കര ദൈവശക്തി ഇതിനകത്ത് പകരുക. ശമന പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക, സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. എന്തോ വലിയ ഗ്ലോറി നിന്റെ വാഗ്ദത്തങ്ങളുമായി നീ കൂട്ടിമുട്ടുകയോ, നിന്റെ അഭിഷേകവുമായി നീ കൂട്ടിമുട്ടുകയോ, നിന്റെ കൃപാവരങ്ങളുമായി കൂട്ടിമുട്ടുകയോ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നീ കാണേണ്ട ആളുകളെ നീ കാണാൻ പോകുകയോ, നീ കാണേണ്ടാത്ത ആളുകളെ നീ കാണത്തില്ല. ഓ, എനിക്ക് അറിഞ്ഞൂടാ, ഇതിനകത്തൊരു ദൈവശക്തി വ്യാപരിക്കുന്നു. കരമടിച്ചതിനെ ഒന്ന് സ്വീകരിച്ചേ. നീ കാണേണ്ട ചില ആളുകളെ നീ കാണാൻ പോകുക. നിന്നെ വിളിക്കേണ്ട ആളുകളെ നിന്നെ വിളിക്കാൻ പോകുക. ഓ, പ്രാർത്ഥിച്ച്. എന്തോ ഒരു സഹോദരിമാരുടെ മേൽ, ചില അഭിഷക്തന്മാരുടെ മേൽ, ചില പിതാക്കന്മാരുടെ മേൽ, ചില ദൈവദാസന്മാരുടെ മേൽ ആ വാതിലിനെ തുറക്കുക. പ്രാപിക്കുക. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച് അതിനൊന്ന് കൊതിച്ച് ദൈവദാസന്മാരെ തുറക്കാൻ പോകുക. ദർശനങ്ങൾ റൈറ്റ് ആളുകളുമായി നിങ്ങൾ കൂട്ടിമുട്ടാൻ പോവുക. റൈറ്റ് വ്യക്തികളുമായി നിങ്ങൾ കൂട്ടിമുട്ടാൻ പോകുക. നിങ്ങൾക്കത് അത്ഭുതമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്കത് അത്ഭുതം. ലോകത്തിൽ എന്നെക്കാൾ ശക്തരായ ആയിരക്കണക്കിന് പാസ്റ്റർമാരുള്ളപ്പോ എവിടെയോ കടന്നാള് എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ, അടുത്ത വാക്ക് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, പാസ്റ്റർ നിങ്ങൾ പറഞ്ഞ സമയം ശരിയാ, ദൈവം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, യേശു ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങൾ പറഞ്ഞ 9 മണിക്ക് ഞാൻ കരയാൻ തുടങ്ങിയത്. നീ പ്രവചിക്കാൻ പോവാ. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ. നിന്റെ വാക്കുകൾ പ്രവചനമാകാൻ പോവാ. പ്രാപിക്കാമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചർച്ചിനകത്ത് പ്രവാചകന്മാർ എഴുന്നേൽക്കാൻ പോവാ. അടുത്ത അദ്ദേഹം പറഞ്ഞ ഫോൺ വെക്കുമ്പോൾ അമ്മേ കട്ട് ചെയ്യാനായിട്ടിരുന്ന ഞാൻ പറഞ്ഞു, ഇത് നിയോഗമാ, ഇത് ദൈവ പദ്ധതിയാ. ബ്രദറെ, നിങ്ങൾക്കത് മനസ്സിലാകുന്നോ? എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ നീ 9 മണി എന്ന് പറഞ്ഞപ്പോ സമയം ശരിയാ. പിന്നെ നീ ഇടയ്ക്ക് പ്രാർത്ഥിച്ചപ്പോ മലയാളമല്ലാത്തത് എന്തോ പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോ എന്റെ ശരീരത്തിലേക്ക് എന്തോ കറണ്ട് അടിക്കുന്നത് പോലെ തോന്നി. പ്രാപിക്കാമോ? നിനക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുടങ്ങി അന്യഭാഷ പറ. അന്യഭാഷകൾ പ്രാർത്ഥിക്ക. ഇല്ല, പോരാ. സഭ മുഴുവനും, സഹോദരങ്ങൾ മുഴുവനും, ദൈവദാസന്മാർ മുഴുവനും അന്യഭാഷകളെ പറഞ്ഞു. അന്യഭാഷകളിൽ ഇത് വൈബ്രേറ്റ് ചെയ്യും. കർത്താവിനോട് ഇങ്ങനെ പറയുക, ചില ദൈവദാസന്മാരെ ദൈവം ലൊക്കേറ്റ് ചെയ്യുകയോ, അമാർത്ത വിട്ടുകളയരുത്. അഭിഷേകം ലൊക്കേറ്റ് ചെയ്യുകയോ, കൃപാവരങ്ങൾ ലൊക്കേറ്റ് ചെയ്യുകയോ. ഈ സീസൺ നിന്റെതാണ്, മിസ് ചെയ്യരുത്. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച അന്യഭാഷകളിൽ ഇന്ത്യ ഇതുവരെ കാണാത്തൊരു ഉണർവിന് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. ചർച്ചിനെ ഉപയോഗിക്കാൻ പോവാ. സഹോദരിമാരെ ഉപയോഗിക്കാൻ പോവാ. മിസ് ചെയ്യരുത്. നിന്റെ വാക്കിനകത്ത് അഭിഷേകമുണ്ട്. Come on, speak in tongues. Speak in tongues. Arabako Lamara Shatalaba Reteria Pravana Martha Shatalo Remeteria Pravana. അജോ, എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി.
എന്റെ അന്യഭാഷയ്ക്കകത്ത് ഒരു പവർ ഉണ്ടെന്ന്. ഇന്നത്തെ ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ എല്ലാവരും പ്രാർത്ഥിച്ചോളാം. കടൽ ഇളകുന്നത് പോലെ ഇതിനകത്ത് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നടന്നൊക്കെ പ്രാർത്ഥിച്ചോ. സഭ മുഴുവനും നടന്നു. പ്രാർത്ഥിക്കുക. കസേരകളൊക്കെ മാറ്റിയിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക. നിന്റെ അഭിഷേകം മടങ്ങി വരട്ടെ. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. നീ പ്രാർത്ഥിക്ക്. ചിലർക്ക് വേണ്ടി നീ ചിലർക്ക് വേണ്ടി കൈവെക്ക. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച് വാടച്ചു വെക്കരുത്. തുറന്ന് പ്രാർത്ഥിച്ച്. ഇത് ദൈവപ്രവൃത്തിയുടെ സമയം. ദൈവം ആരാന്ന് അറിഞ്ഞുകൂടാത്ത ചിലതിനെ തൊടാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവോ. യേശു ആരാന്ന് അറിഞ്ഞുകൂടാത്ത ചിലതിനെ തൊടാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവോ. പ്രാപിച്ചേ. സഭ ഇതിനെ മിസ് ചെയ്യരുത്. ആമേൻ. തീ മതിൽ പോലെ ചിലത് കാണുകയോ, ദൂതന്മാർ ഇറങ്ങി വരികയോ, ചിലതിനെ ദൈവം ലിഫ്റ്റ് ചെയ്യുക. എല്ലാ ഡീമോണിക് എൻകൗണ്ടറുകളും right now ഞാൻ ബ്രേക്ക് ചെയ്യാം. ഹലോ ഷമേ ലാഥോ റാത്തിയ പ്രഭാന കമാന ലീഡേഴ്സ് ഒക്കെ നടന്ന് പ്രാർത്ഥിച്ച്, ഹോള് നടന്ന് പ്രാർത്ഥിച്ച്, ചർച്ചിനകത്ത് നടന്ന് പ്രാർത്ഥിച്ച്, അഭിഷേകന്മാർ നടന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് രാത്രി ഡീമോണിക് എൻകൗണ്ടറുകളെ ഞങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. ഗ്ലോറിയസ് എൻകൗണ്ടറുകളെ ഇപ്പോൾ ഞങ്ങൾ അമ്മയെ തുറന്നു വിടുക. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് റാം സഥാല ഭാരതി ലോറകോഷി അന്തല ലമന സതല മറിയാതല റോകോതോല മാസിയ പ്രവചന സ്വിനിതല ഹൈഷ്മേദി ആംതരോദിയ ശാതി ഖയൽ വറോസി ആന്തി ലാകോമാഷി അന്തല ബൗഷസ് മനാർത്തി യാതി. നിനക്ക് പറയാൻ അറിയാമെന്ന് പറഞ്ഞ് ഒരാളെ തൊടാൻ പറ്റത്തില്ല. നിനക്ക് പ്രസംഗിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് നിനക്ക് ഒരാളെ തൊടാൻ പറ്റത്തില്ല. നിന്റെ അകത്തൊരു ദൈവശക്തി ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. എന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, അത് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. ചിലതിനെ തൊടാൻ ഞാൻ അങ്ങനെ തന്നെ പറയുക. ആ കൈകളും ഉയർത്തിപ്പിടിക്കാമോ? വലതുകരം ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങളെ ചിലതിനെ തൊടാൻ ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോവോ. ഉപയോഗിക്കാൻ പോവോ? ഉപയോഗിക്കാൻ പോവോ? ഓൺലൈനിലൂടെ കാണുന്നത് പ്രാർത്ഥിച്ചോ. എൻകൗണ്ടറുകളും ഡ്രീംസുകളും വിഷൻസും. നിങ്ങൾ ചിലര് പോകാൻ പോകുന്നു. പാസ്റ്റർ വിട്ടെന്നല്ല പറയുന്നേ, പ്രവാചകൻ വിട്ടെന്നല്ല പറയുന്നേ, യേശു എന്നെ അയച്ചിരിക്കുന്നു. യേശു എന്നെ അയച്ചിരിക്കുന്നു. ഒരു കൂട്ടം അനന്യാസമാർ ഇവിടെ എഴുന്നേൽക്കാൻ പോവാ. നിന്റെ മേൽ ദൈവശക്തി വീഴുക. ഓ സമാന ജാരവ ഹർത്തന നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുക. അഭിലാഷേ, ഇന്ന് രാത്രി അഭിഷേകം വീഴുക. ഡ്രീംസിനെ തുറക്കുന്നു. അടഞ്ഞുപോയ ഡ്രീംസിനെ തുറക്കുന്നു. സ്റ്റോപ്പായതിനെ തുറക്കുന്നു. നിന്റെ അകത്ത് അടഞ്ഞു പോയ ചിലതിനെ ഇന്ന് രാത്രി ഞാൻ തുറക്കുക. Power
തുറക്കുക. എല്ലാ ഡീമോണിക് എൻകൗണ്ടറുകളെ ക്യാൻസൽ ചെയ്യുന്നു. ഓ ഏഞ്ചലിക് എൻകൗണ്ടറുകളെ പ്രാപിക്കുക. ഭയത്തെയല്ല ഏഞ്ചലിക് എൻകൗണ്ടറുകൾ, സ്വർഗീയമായ എൻകൗണ്ടറുകൾ. ഓ രാബാ ശബാല പ്രബാല. പ്രാർത്ഥിച്ചോ. സ്വപ്നങ്ങൾ വർദ്ധിക്കട്ടെ ഈ ആഴ്ചകളിൽ. അച്ഛൻ അറിയുമെന്ന് അറിഞ്ഞൂടാ, ഈ ആഴ്ചകൾ നിങ്ങളുടെ ലൈഫിനെ ഭയങ്കര തിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മേൽ ഭയങ്കര തിരിവുകൾ സംഭവിക്കുക. ദൈവശക്തി സകല കുരുക്കുകളെ അഴിക്കുന്ന ഡ്രീംസും ദർശനങ്ങളും വിഷൻസും യേശുവിന്റെ നാമത്തിൽ അസാധാരണമായി തുറക്കണേ. നീ ഞെട്ടിക്കാൻ പോവോ? നീ ചിലതിനെ ചലിപ്പിക്കാൻ പോവോ? അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവരാണോ? കൈകൾ കാണിച്ച് അതിനെ വർദ്ധിക്കാൻ പോവോ? അമേൻ. ദമസ്കോസ് അമേൻ. യോഹന്നാൻ പത്മോസിൽ ആത്മവിവശതയിൽ അമേൻ ചെറിയൊരു വിളക്ക് കണ്ടു. അവിടം കൊണ്ട് തീർന്നില്ല, അത് വർദ്ധിക്കാൻ തുടങ്ങി. നീണ്ട 22 അധ്യായത്തിന്റെ ദർശനങ്ങൾ. ഞാനൊരു ദൂത് പറയാം. ഈ സ്വപ്നം കാണുന്നവരെ ഒറ്റയ്ക്ക് നിർത്തും. നിങ്ങൾക്കറിയാമത്? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്വപ്നം കാണുന്നവരെ ഒറ്റയ്ക്ക് നിർത്തും. എന്തിനാണെന്നറിയാമോ? ഇത് ബ്രേക്ക് ആകാതിരിപ്പാൻ. അല്ലെങ്കിൽ ചായയായിട്ട് വരും. നിങ്ങളടുത്ത് ഇങ്ങനെയുള്ള പത്രോസിന് ഈ സ്വപ്നം തുറക്കുമ്പോൾ പറഞ്ഞു, വെൺമാടത്തിൽ കയറ്. അനന്യാസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ, ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങളുടെ ചെറിയ വിളക്ക് കാണുന്നതാണോ? അതിനെ വർദ്ധിപ്പിക്കേ. നിങ്ങൾ ചെറിയൊരു പുകയാണോ? തേജസ്സാണോ? എന്തോ നിങ്ങൾ ചെറിയ ഒരു ശക്തിയാണ് അനുഭവിക്കുന്നത്. അതിനെ വർദ്ധിപ്പിക്കേ. കൈ ഉയർത്തി വെക്കാമോ? കൈ ഉയർത്തി വെച്ചോ. ദൂത് പറയട്ടെ. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഡയറിക്ക് 60 പേജാ ഉള്ളേ. 60 പേജ്. പക്ഷെ ദൈവത്തിന്റെ ഡയറിക്കകത്ത് പുസ്തകങ്ങളുടെ പേജുകൾ തീരത്തില്ല. നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം തുറന്നു തന്നുകൊണ്ടേയിരിക്കും. ആർക്കും ഇതുവരെ തുറക്കാത്ത വിഷൻസും ഡ്രീംസും തുറക്കട്ടെ. കര ഉയർത്തി പിടിച്ചു. കർത്താവേ, അത് തുറക്കണമേ. തുറക്കണമേ. ഒന്നാം അധ്യായത്തിൽ ആത്മവിവശത, 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ചർച്ചുകളോട് ദൂത്, 4-ാം അധ്യായത്തിൽ വീണ്ടും ആ ദർശനം വർദ്ധിക്കുക. വാതിൽ തുറന്നിരിക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആമേൻ. 1-ാം അധ്യായം കൊണ്ട് ഇത് തീരത്തില്ല, 2-ാം അധ്യായം കൊണ്ട് ഇത് തീരത്തില്ല, 3-ാം അധ്യായം കൊണ്ട് ഇത് തീരത്തില്ല. 2-ാം അധ്യായത്തിലും 3-ാം അധ്യായം പറഞ്ഞ് എഴുതുക. 4-ാം അധ്യായത്തിൽ കാണുക, വാതിലുകൾ തുറന്നിരിക്കുന്നു. ഒന്ന് പറ, നിങ്ങൾ ആമേൻ പറഞ്ഞാട്ടെ. വാതിലുകൾ തുറന്നിരിക്കുന്നു. ആ 5-ാം അധ്യായത്തിൽ പുസ്തകം കണ്ടു. നിങ്ങളുടെ ദർശനത്തിന്റെ പ്രത്യേകത അതിനകത്ത് കേൾക്കാനുണ്ട്, അതിനകത്ത് കാണാനുണ്ട്, അതിനകത്ത് തൊടാനുണ്ട്, അതിനകത്ത് സ്പർശിക്കാനുണ്ട്. ആമേൻ. 6-ാം അധ്യായത്തിൽ ഞാനത് കേട്ടു. പറ. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഈ മേഖലയ്ക്കകത്തെല്ലാം ദൈവപ്രവൃത്തികൾ കാണും. യോഹന്നാൻ പറയുക, ഞാനത് കേട്ടു. ചെവിയിലോട്ട് കൈവച്ച് പറ, ഞാൻ ചിലത് കേൾക്കാൻ പോവാ. പറ.
പറഞ്ഞേ, ഞാൻ ചിലത് കേൾക്കാൻ പോവുകയാ. ഞാൻ ചിലത് എഴുതാൻ പോവോ. ഞാൻ ചിലത് എഴുതാൻ പോവുകയാ. ആരാമേൻ പറയുന്നത്? ആമേൻ. 4-ാം അധ്യായത്തിൽ വാതിലുകൾ തുറക്കുന്നു. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4 ദൂതന്മാർ നിൽക്കുന്നത് കാണുന്നു. നിങ്ങൾ ദൂതന്മാരെ കാണാൻ പോവുകയോ? ആരായത് എന്റെ കൂടെ ആമേൻ പറയുന്നത്? എന്റെ കൂടെ ആരാ ആമേൻ പറയുന്നത്? ചിലരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുക, നിങ്ങൾ ദൂതന്മാരെ കാണാൻ പോകുക. ആമേൻ. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ ഉണ്ടാകുന്ന നിശബ്ദത അവൻ കേൾക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ശബ്ദമുണ്ട്, നിശബ്ദതയുണ്ട്, ദൂതന്മാരുണ്ട്, വാതിലുകൾ തുറന്നിരിക്കുന്നതുണ്ട്. ഒത്തിരി നേരം എനിക്കിത് പറയണമെന്നുണ്ട്. ഇത് ഞാൻ 1-2 പേരെടുത്താ ഞാൻ പറയുന്നത്. ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ പള്ളി പ്രസംഗിക്കും. പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക. ചിലരുടെ മുമ്പിൽ വാതിലുകൾ തുറക്കുന്നത് കാണുകയാണ്. നീ ദൂതന്മാരെ കാണുകയാണ്. യോഹന്നാൻ പറയാ, ഞാൻ നിശബ്ദത, സ്വർഗത്തിലെ നിശബ്ദത ഞാൻ കണ്ടു. ആമേൻ പറ. അടുത്തിരിക്കുന്ന കരം ഒന്ന് കോർത്തു പിടിച്ചട്ടെ. ഒമ്പതാം അധ്യായത്തിൽ താക്കോൽ ലഭിച്ചു. നീ അടയ്ക്കാതിരുന്ന ദൈവം വീണ്ടും തുറക്കുമെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താക്കോൽ തരും. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. സ്വർഗത്തിന്റെ ചില താക്കോലുകൾ നിനക്ക് തരും. 10-ാം അധ്യായത്തിൽ ബലവാനായ ഒരു ദൂതൻ എഴുന്നേറ്റ് വരുന്നത് ഞാൻ കണ്ടു. ആരാധ ആമേൻ പറയുന്നേ? ബലവാനായ ഒരു ദൂതൻ എഴുന്നേറ്റ് വരുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ പട്ടിയെയും പൂച്ചയും പാമ്പിനെയും ഒന്നുമല്ല കാണേണ്ടത്. ബലവാനായ ദൂതൻ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നത്. 11-ാം അധ്യായത്തിൽ എന്റെ കയ്യിൽ അവൻ ഒരു കോല് തന്നു. ആമേൻ പറ. ഇതെന്തിനാ ഞാൻ ഈ വാക്കുകൾ പറയുന്നത്? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ ദൈവാത്മാവ് തുറക്കുകയാണ്. കോല് തന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ജാതികളിലേക്ക് വലിയൊരു പ്രകാശം ഉദിച്ചു. വെളിപ്പാട് പുസ്തകം ഞാൻ ഷോർട്ടാക്കിയാ പറയുന്നത്. പത്മോസിൽ യോഹന്നാൻ കണ്ടതാ പറയുന്നത്. സഭ ജാതികളെ തൊടാൻ പോകുകയോ? നിങ്ങൾ ജാതികളെ തൊടാൻ പോകുകയോ? ജാതികളെ തൊടാൻ പോകുകയോ? ഏതൊരു ദർശനത്തിന്റെ പുറകിലും ഒരു ജാതീയ മണ്ഡലം അമ്മ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു ദൂത, അതൊരു ദൂത, അതൊരു ദൂത. എന്റെ കൂടെ മനസ്സിൽ വന്നേ. കേട്ടോണം, കേട്ടോണം, കേട്ടോണം. നിങ്ങൾ ദർശനം കണ്ടിട്ടുണ്ടോ? ദർശനം കണ്ടിട്ടുണ്ടോ? ദൂത് പറയട്ടെ. ദർശനത്തിന്റെ പുറകിൽ ജാതീയ മേഖലകളുടെ വാതിലുകൾ തുറന്നു വരും. നീ സ്വപ്നം കാണുന്നവനാണെങ്കിൽ ജാതീയരായ നിനക്ക് പത്രോസ് ഒരു സ്വപ്നം കാണുക. തുറന്നു വിട്ടു. എങ്ങോട്ട്? ജാതീയ മണ്ഡലത്തിലേക്ക്. ആരെടുത്താ ഞാൻ ദൂത് പറയണ്ട? അഭിഷക്തന്മാർ എന്നെ ഒന്ന് കൈ കാണിച്ച്. നിങ്ങളെ ജാതീയ മണ്ഡലങ്ങൾ ദൈവം ഉപയോഗിക്കാൻ പോവാ. ഓ, നിങ്ങളുടെ കൈ കോല് തരാൻ പോവോ? ഞാൻ പറഞ്ഞതല്ല. യോഹന്നാന്റെ ലൈഫിൽ 22-ാം അധ്യായത്തിൽ ഞാനൊന്ന് വായിച്ച് കയറിപ്പോയപ്പോൾ കോല് തരുന്നു. മഹാദൂതൻ എഴുന്നേറ്റ് വരുന്നു. പ്രകാശം വരുന്നു. കൈ ഉയർത്തി പിടിച്ച് യോഹന്നാൻ പറയുക, ഞാനൊരടയാളം കാണുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചില അടയാളങ്ങൾ കാണും. എന്ത് ഞാൻ പ്രസംഗിക്കുന്നോ അതിവിടെ സംഭവിക്കും. ഇന്ന് രാത്രി കരം ഉയർത്തിയ ചിലരോട് ഞാൻ പറയുക, ഈ ദൂതിന്റെ അടയാളങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്. പതിമൂന്നാമത്തിൽ വീണ്ടും എന്റെ ചെവിയെ തൊടുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ.
14-ാം അധ്യായത്തിൽ 144,000 പേർ ആമേൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. കമോൺ, നിങ്ങൾക്ക് ഇങ്ങനൊരു വിഷൻ കാണണോ? ആർക്കാ കാണണ്ടേ? ഈ ലോകത്തിലെ ഒന്നുമല്ല നീ കാണേണ്ടത്. ഇങ്ങനൊരു സ്വർഗീയ തലമുണ്ട്. എത്ര പേർക്ക് വേണം? എത്ര പേർക്ക് അത് വേണം? 144,000 പേർ നിൽക്കുന്നത് കണ്ടു. നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കർത്താവ് തരും. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. എന്തോ ഒരു വലിയ ഗ്ലോറി ഇതിനകത്ത്. I enter to worship you holy. I enter to honor. കരം ഉയർത്തി കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ഈ വാതിൽ ഇന്ന് രാത്രി തുറക്കുക. ഈ ദൂത് കേൾക്കുന്ന കാരണത്താൽ നമ്മുടെ അഭിഷക്തന്മാരെ കുറിച്ചും ദൈവമക്കളെ കുറിച്ചും ദേശത്തെ കുറിച്ചും സ്വർഗത്തെ പോയി തുറക്കുന്ന തലത്തിൽ, തൊടുന്ന തലത്തിൽ നിങ്ങളുടെ മേൽ ഈ കൃപാവരങ്ങൾ ഓപ്പൺ ആകിയ കാണല്ലേ കണ്ണടച്ച് പിടിച്ചോ. സാന്നിധ്യം തിരിച്ചറിഞ്ഞോ. ഗ്ലോറി വ്യാപരിക്കും. ഇപ്പോൾ ചിലർക്ക് താക്കോലുകൾ കൊടുക്കുന്നു. ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുക, ദൈവത്തിന്റെ പുസ്തകത്തിലെ പേജുകൾ 2022 അവസാനിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകുകയാണ്. 15-ാം അധ്യായത്തിൽ വലുതും അത്ഭുതകരമായ മറ്റൊരടയാളം ഞാൻ സ്വർഗത്തിൽ കണ്ടു. 16-ാം അധ്യായത്തിൽ മഹാശബ്ദം ഞാൻ കേട്ടു. ആമേൻ. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. നിങ്ങൾ ചിലർ മഹാശബ്ദം നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ കേൾക്കാൻ പോകുകയാണ്. ആ മഹാശബ്ദത്തിന്റെ പുറകിൽ 7 ദൂതന്മാർ എന്നോട് സംവാദിക്കാൻ തുടങ്ങി. നിന്റെ കൂട്ടുകാർ ദൂതന്മാരാകാൻ പോകുക. നിന്നോട് ദൂതന്മാർ സംവാദിക്കാൻ പോകുക. തലയിലോട്ട് കൈവച്ച് പറഞ്ഞ മഹാശബ്ദം. വീണ്ടും 17 ദൂതന്മാർ, 18 ദൂതന്മാർ സംസാരിക്കും. 19 ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞോണം. അധികാരമുള്ള ഒരു ദൂതൻ സ്വർഗത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഇന്ന് രാത്രി ഇതിനകത്തൊരു ദൂതുണ്ട്. ഇവിടെ ഇന്ന് രാവിലെ അധികാരമുള്ള ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല പൈശാചിക കുരുക്കുകളെ അധികാരമുള്ള ദൂതൻ തൊടുകയാ. അധികാരമുള്ള ദൂതൻ പറഞ്ഞു. മോസേ, അധികാരമുള്ള ദൂതൻ, നിന്റെ വിഷയത്തെ അധികാരമുള്ള ഒരു ദൂതൻ ഏറ്റെടുക്കുക. എത്ര പേർ എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കും? 19-ാം അധ്യായത്തിൽ മഹാപുരുഷാരത്തിന്റെ ആരവം കേൾക്കുക. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ സംഭവിക്കണം. ചുമ്മാതെ അതും പ്രാർത്ഥിക്കുന്ന ആളുകളല്ല ഇവിടെ എഴുന്നേറ്റ് വരേണ്ടത്. 20-ാം അധ്യായത്തിൽ സഭ ആമേൻ പറയണം. ആമേൻ. യോഹന്നാൻ സ്വപ്നത്തിൽ കാണുകയാ, പിശാചിനെ ചങ്ങലക്കിട്ടു. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ സ്വപ്നത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിനെ ആത്മാവിൽ ചങ്ങലക്കിടാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന്. ചില രോഗികളെ, രോഗബന്ധനങ്ങളെ ഞാൻ ചങ്ങലക്കിടുകയാ. 21 യേശുവിനെ സ്നേഹിക്കുകയും കർത്താവിന്റെ വരവിനകത്ത് പോകാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തി ആമേൻ പറഞ്ഞോണം. കുഞ്ഞാടിന്റെ
ആമേൻ. മണവാട്ടിയായ കുഞ്ഞാടിന്റെ മണവാട്ടിയെ ഞാൻ എന്റെ പ്രാർത്ഥനാ റൂമിൽ കണ്ടു. മണവാളനെ ഞാൻ കണ്ടു. നിങ്ങൾ ചിലത് കാണാൻ പോകുക, സഭ ചിലത് കാണാൻ പോകുക. എത്ര പേർക്ക് വിഷൻസ് വേണം? എന്തിനാ നിന്നെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നെന്ന് അറിയാമോ? യോഹന്നാനെ, ഇത് വീട്ടിൽ വെച്ച് കണ്ട ഇത് ബ്രേക്കാ. വീട്ടിൽ വെച്ച് കണ്ട ആരെങ്കിലും ചായ കുടിക്കാൻ വിളിക്കും. വീട്ടിൽ വെച്ച് കണ്ട നിന്നെ അസ്വസ്ഥപ്പെടുത്തും. അതുകൊണ്ട് ആരുമില്ലാത്ത സ്ഥലത്ത് നിന്ന് ചാപ്റ്റർ 1 by 1 ഇങ്ങനെ തുറന്നു കൊടുത്തു. ഇതൊരു പ്രവചന ശബ്ദമാ. നിങ്ങൾക്ക് ചിലത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണുക ഈ രാവിലെ പുസ്തകങ്ങൾ ഇങ്ങനെ മറിഞ്ഞു 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 വരുന്നത്. കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണം ഈ ദൂത്? പാസ്റ്റർ, ഈ ദൂത് എന്നോട് ഭയങ്കരമായി സംസാരിച്ച ദൂതാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നിൽക്കാമോ? ഇപ്പോൾ ഈ ദൂത് ഞാൻ പറഞ്ഞ കാരണത്താൽ ഇതിന്റെ താക്കോൽ എന്റെ കയ്യിൽ. എനിക്ക് നിങ്ങളെ തുറക്കാൻ പറ്റും. എല്ലാരും വരരുത്. ഇത് ഭയങ്കരമായി നിർബന്ധമുള്ളവർ. വിഷൻസും ഡ്രീംസും കരം ഉയർത്തി പിടിച്ചു. കരം ഉയർത്തി. ഞാൻ അച്ഛനെ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട. എനിക്ക് ആടെ അറിയാം. ഈ ഷർട്ടല്ല ഞാൻ കണ്ടത്. ഇതേ കണക്ക് ഒരു പച്ച ഷർട്ട, പച്ച ഓരോ ഷർട്ട്. കർത്താവ് നിങ്ങളെ താക്കോലുകൾ തരികയാണ്. കണ്ണടച്ചു പിടിച്ച് കരം ഉയർത്തി പിടിച്ചു. കർത്താവേ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ യേശു എന്നോട് പറഞ്ഞു എന്ന് പറയുന്ന തലത്തിൽ ചില ദൂതുകൾ പറയാൻ പോവുക. നിങ്ങളുടെ അഡ്രസ് യേശു പറഞ്ഞു എന്നായിരിക്കും. യേശു എന്നോട് പറഞ്ഞു. ഞാൻ ചിലരോട് പ്രവചിച്ച് പറയാം, നിങ്ങളുടെ കയ്യിൽ കോലുകൾ തരും, നിങ്ങളുടെ കയ്യിൽ താക്കോലുകൾ തരും. നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറന്നിരിക്കും, നിങ്ങൾ കാണും. നിങ്ങളുടെ മുമ്പിൽ ദൂതന്മാർ എഴുന്നേറ്റ് വരുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചില അടയാളങ്ങൾ കാണും. അച്ഛാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് നിൽക്കാം. ഈ ദിവസങ്ങളിലെല്ലാം കർത്താവ് എന്നെ ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ മാറി മാറി കാണിച്ചോട്ടു. എനിക്കറിഞ്ഞൂടാ ഈ കഴിഞ്ഞ 2 weeks ആയിട്ട് അച്ഛൻ്റെ മേൽ സംഭവിക്കുന്ന എന്തോന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു വലിയ തീ നിങ്ങളുടെ മേൽ അകത്ത് കത്തുന്നുണ്ടോ? നിങ്ങളിങ്ങനെ ആത്മാവിൽ കരയുന്ന കാഴ്ചകൾ എന്നെ കർത്താവിനെ കാണും. യേശുവിന്റെ നാമത്തിൽ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ജനര് ഭയങ്കരമായിട്ട് തുറക്കും. ഒരു സ്വപ്നം നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ 1,00,000 രൂപ ലോട്ടറി അടിക്കുന്നതിനേക്കാൾ പവറാ. നിങ്ങളെ മുമ്പോട്ട് തെള്ളുക. അത് എന്റെ മേലെ തുറക്കുക. പ്രാർത്ഥിച്ചു. ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചു. കണ്ണടച്ച് കണ്ണടച്ച് എല്ലാവരും ബാക്കിൽ നിൽക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചു. ജിജോ പാസ് ആ മോളെ വിളിച്ചു. അവളുടെ അടുത്തൊരു ദൂതം നിൽക്കുന്നു. നിനക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കർത്താവ് തരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ മുമ്പോട്ട് വന്നു. അവിടെ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു. ജിജോ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു. കണ്ണടച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു. പ്രകാശം വരിക. പ്രകാശം വരിക. പ്രകാശം വരിക. പ്രകാശം വരിക. പ്രകാശം വരിക. Lord, I worship you.
നിങ്ങൾ ഇത്രയും പേര് ശ്രദ്ധിച്ചോണം. ഈ അടുത്തൊരു 2 വീക്ക് നിങ്ങൾക്കിത് ഭയങ്കര ശക്തമായിരിക്കും. നിങ്ങളത് കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയണം. നിങ്ങൾ സാധാരണ കാര്യമല്ല കാണുന്നത്. സ്വർഗത്തിൽ ദൂതന്മാരെ കാണും, വിഷൻസ് കാണും. ഈ പ്രസംഗിക്കുന്നതൊക്കെ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളെ ജാതികൾക്ക് പ്രവാചകനായി ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് ആരുടെ മേലും ഡീമോണിക് എൻകൗണ്ടറുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്യാണ്.